കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ കറുത്തപറമ്പ് എളങ്ങൽ ഉന്നതിയിലെ കലാകേന്ദ്രം ഉദ്ഘാടനം ചെയ്യാനെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ നാട്ടുകാർ തടഞ്ഞ് തിരിച്ചയച്ചു. 5 വർഷം മുൻപ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ് കലാകേന്ദ്രമെന്ന് ആരോപിച്ചായിരുന്നു രണ്ടാം ഉദ്ഘാടനം തടഞ്ഞത്. കോഴിക്കോട് നിന്ന് രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട്. രതീഷ്, ഇതെന്താണ് സംഭവം? മുൻപ് ഉദ്ഘാടനം നടത്തിയതാരാണ്? എന്താണ് ഉയർന്ന വിവാദങ്ങൾ? അഖില, തീർച്ചയായും ഇത് 2000-ൽ അന്നത്തെ കാരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിനോദിന്റെ അധ്യക്ഷതയിൽ അന്ന് തിരുവമ്പാടി MLA ആയിരുന്ന ജോർജ് തോമസ് ഉദ്ഘാടനം ചെയ്താണ് ഈ ഉന്നതിയിലെ കലാകേന്ദ്രം, വായനശാല സംവിധാനത്തിനൊക്കെ വേണ്ടി ഉപയോഗിച്ച ഈ കെട്ടിടം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നവീകരിച്ചു എന്ന പേരിൽ പെയിന്റ് അടിച്ച് ഫലകമുണ്ടാക്കി ഉദ്ഘാടനം ചെയ്യാൻ പഞ്ചായത്ത് അധികൃതർ ശ്രമിച്ചു എന്നാണ് ഈ പ്രദേശത്തെ ആളുകൾ, ഉന്നതിയുടെ സമീപമുള്ള ആളുകൾ, നാട്ടുകാർ ഉൾപ്പെടെ ആരോപിച്ചത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഉദ്ഘാടനത്തിനെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ തടഞ്ഞ് ഈ ഉദ്ഘാടനം നടത്താതെ തിരിച്ചയക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാലും മുൻപ് ഇത് ഉദ്ഘാടനം ചെയ്തു എന്നതാണ് ഏറെ കൗതുകരം. അതേശേഷം പെയിന്റ് മാത്രം അടിച്ച് ഫലകം വച്ചു എന്നതാണ് നാട്ടുകാരെ പ്രകോപിതരാക്കിയത്. മാത്രവുമല്ല, മറ്റ് അറ്റകുറ്റപ്പണികളൊന്നും ചെയ്തിട്ടില്ല. മുറ്റത്ത് ടൈൽസ് ഉൾപ്പെടെ ഇടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. അതൊന്നും നടപ്പാക്കാതെ പെയിന്റും ഫലകവും വെച്ച് ഈ ഉദ്ഘാടനം സാങ്കേതികമായി നടത്താം എന്ന, ഭരണനേട്ടമായി നടത്താമെന്ന ആയിരുന്നു ഉദ്ദേശിച്ചത്. അത് നടക്കില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഉദ്ഘാടനം ഭാഗികമായി മുടങ്ങി, അവർക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു പഞ്ചായത്ത് അധികൃതർക്ക് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്തായാലും നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. ഈ ഉന്നതിയിലെ ഈ കലാകേന്ദ്രം പൂർണ്ണമായി നവീകരിക്കണം എന്നാണ് അവരുടെ ആവശ്യം. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.